ചലച്ചിത്ര താരം അനുശ്രീ ഉപയോഗിച്ചിരുന്ന കാർ മോഷ്ടിച്ചയാളെ കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. നെടുമങ്ങാട് പ്രബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യലിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾ നടത്തിയ മോഷണത്തിന്റെ ചുരുൾ അഴിയുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 12-നാണ് ഇഞ്ചങ്ങാട് പേ ആൻഡ് പാർക്കിൽ നിന്ന് കാർ മോഷണം പോയത്. കടക്കൽ വർക്ക്ഷോപ്പിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ നിന്ന് നമ്പർ പ്ലേറ്റ് ഇളക്കി മോഷ്ടിച്ച അയാൾ അനുശ്രീയുടെ കാറിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. തുടർന്ന് കാറുമായി തിരുവനന്തപുരത്തെത്തിയ ഇയാളാകട്ടെ റബ്ബർ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് 500 കിലോയിലധികം റബ്ബറും 7000 രൂപയും കവർന്നു. പത്തനംതിട്ടയിൽ എത്തിയ പ്രതിയാകട്ടെ അവിടെയുള്ള റബ്ബർ വ്യാപാര സ്ഥാപനം കുത്തിത്തുറന്ന് 400 കിലോയിലധികം റബ്ബർ ഷീറ്റ് പൊന്നുംകുന്നത്ത് കൊണ്ടുപോയി വിറ്റു. പണവുമായി കോഴിക്കോട്ടുള്ള സുഹൃത്തിനെ കാണാൻ പോകുന്ന വഴി പാലായ്ക്ക് സമീപം മറ്റൊരു വാഹനവുമായി അനുശ്രീയുടെ വാഹനം കൂട്ടിയിടിച്ചു. ഇടിച്ചത് പോലീസിന്റെ വാഹനമാണെന്ന് തെറ്റിദ്ധരിച്ച് അവിടെ നിന്ന് കടന്ന പ്രതി സമീപത്തെ ആളൊഴിഞ്ഞൊരു പുരയിടത്തിൽ കാർ ഉപേക്ഷിച്ചു. ബസ്സിൽ കയറി തിരുവനന്തപുരത്തേക്ക് പോയി. മോട്ടോർ സൈക്കിളിൽ വീണ്ടും കോഴിക്കോട്ടേക്ക് പോകും വഴി കൊട്ടാരക്കര ഫെയ്ത്ത് ഹോം ജംഗ്ഷനിൽ വെച്ചായിരുന്നു ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2023-ൽ കമ്പലത്ത് കാർ മോഷ്ടിച്ചതിന് പ്രബിനെ കഴിഞ്ഞ ജൂലൈയിലായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ കഴിഞ്ഞിടെയാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. ഓഗസ്റ്റിൽ നെടുമങ്ങാട് നിന്ന് കാർ മോഷ്ടിച്ചതായും പാലക്കാട് കുഴൽമന്ദം പെയിന്റ് കടയിൽ നിന്ന് കാർ മോഷ്ടിച്ചതായും പോലീസ് പറയുന്നു. സെപ്റ്റംബർ ആലത്തൂരിൽ നിന്നും കാസർഗോഡ് നിന്നും യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്ന് കാറുകളും അതേപോലെ തന്നെ ഷൊർണൂരിലെ വാഹന ഷോറൂമിൽ നിന്ന് പിക്കപ്പ് വാനും പ്രതി മോഷ്ടിച്ചതായി പോലീസ് പറഞ്ഞു.